ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു പഴയകാല പലഹാരം പുതിയ രീതിയിൽ കുറച്ചുകൂടി എളുപ്പത്തിലും രുചിയിലും ചെയ്തെടുക്കുന്നു. ഇത് തയ്യാറാക്കാനായി 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതൊരു ബൗളിലേക്കിട്ട് ഇതിലേക്ക് ഒരു നുള്ളുപ്പും 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഈ ഒരു ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ഒരു 300 ml അളവിൽ വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നിച്ചൊഴിക്കരുത് കേട്ടോ. കുറച്ചായി ഒഴിച്ച് ആവശ്യത്തിന് വെള്ളത്തിൻ്റെ ആവശ്യം അനുസരിച്ച് കലക്കിയെടുത്താൽ മതിയാവും. ഇത് ദോശ ബാറ്ററിനേക്കാളും കുറച്ചുകൂടി കട്ടിയുള്ളൊരു പരുവത്തിൽ കലക്കിയെടുക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം ഒട്ടും കൂടരുത്. കൂടിയാൽ പരത്തിയെടുക്കാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കട്ടകളെല്ലാം ഉടച്ച് നമ്മൾക്ക് ആവശ്യമുള്ള പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ ഒരു കഷ്ണം ശർക്കരയാണ് ഞാൻ മധുരത്തിനായി ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല ക്വാളിറ്റി ശർക്കര ആയതുകൊണ്ട് ഞാൻ ഉരുക്കി അരിച്ചെടുക്കുന്നില്ല. പകരം ഈ ഒരു ഗ്രേറ്ററിലൂടെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കത്തി വെച്ച് ചീവി എടുക്കുന്നതിനേക്കാൾ വേഗത്തിലും എളുപ്പത്തിലും ഒക്കെ നമുക്ക് ശർക്കരപ്പൊടി കിട്ടും. അതും നല്ല ഫൈനായിട്ടുള്ള പൊടിയായിരിക്കും. എല്ലാം ഒരേ സൈസിൽ തന്നെ ആയിരിക്കും. കണ്ടില്ലേ, ഇതുപോലെ ഒരേ അളവിലുള്ള ശർക്കര പൊടികൾ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ കിട്ടും. ഇതൊരു ചെറിയ ട്രിക്കാണ്. ആവശ്യമുള്ളവർ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. അടുത്തതായി ഒരു ചെറിയ കപ്പ് അളവിൽ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനോടൊപ്പം തന്നെ ഒരു 3-4 ഏലക്കായുടെ കുരു പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കൈ കൊണ്ട് നല്ലതുപോലെ ഞെരടിയെടുക്കാം. ഈ നാളികേരവും ശർക്കരപ്പൊടിയും എല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിച്ച് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ഇത് അടുപ്പത്ത് വെച്ച് വിളയിച്ചെടുക്കുന്നില്ല. പകരം കൈകൊണ്ട് തന്നെ ഒന്നിങ്ങനെ മിക്സ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇവിടെ നമ്മൾ അട ഒഴിച്ച് പരത്തുന്നതിനായി കുറച്ച് വാഴല എടുത്തിട്ടുണ്ട്. സാധാരണ ചുട്ടട തയ്യാറാക്കുന്നത് കൈകൊണ്ട് പരത്തി എടുത്തിട്ടാണ്. പക്ഷേ നമ്മളിവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഈ ലിക്വിഡ് ബാറ്റർ ഉപയോഗിച്ച് ഒഴിച്ചു പരത്തുവാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അട കൈകൊണ്ട് പരത്തുന്നതിനേക്കാളും നല്ല സോഫ്റ്റായി കിട്ടും. ഇനി ഒരു തവി മാവെടുത്ത് ആ ഇലയുടെ നടുഭാഗത്തായി ഒഴിച്ച് ദോശ പരത്തുന്നത് പോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഈ ഒരു കട്ടിയിൽ വേണം മാവ് പരത്തിയെടുക്കാനായിട്ട്. ഒരുപാടങ്ങ് കനം കുറഞ്ഞ് പരത്തരുത്. പിന്നെ ഈ ഇലയുടെ 4 അറ്റത്തു നിന്ന് കുറച്ച് സ്ഥലം വിട്ടിട്ട് വേണം കേട്ടോ ഇത് പരത്തിയെടുക്കാൻ. ഇനി ഇതിൻ്റെ ഒരു വശത്തേക്ക് നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂൺ അളവിൽ ഫില്ലിംഗ് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി ഇതിൻ്റെ അപ്പുറത്തെ വശം കൊണ്ട് ഈ അടയൊന്ന് കമത്തി മൂടി എടുക്കാം. ഇങ്ങനെ ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ അറ്റം തമ്മിൽ സീൽ ചെയ്യാൻ വേണ്ടിയാണ്. ഒരുപാട് ബലത്തിലൊന്നും പ്രസ് ചെയ്യരുത്. ഇനി ഇതുപോലൊരു ഇരുമ്പ് ചട്ടിയിലാണ് അട ചുട്ടെടുക്കുന്നത്. എല്ലാ അടയും ഒന്നിച്ച് പരത്തേണ്ട കാര്യമില്ല. കാര്യം ഇതിൽ 1-2 ഒക്കെ അല്ലേ വെക്കാൻ പറ്റുള്ളൂ. ആവിപാത്രം പോലെ അല്ലല്ലോ. അപ്പോൾ ഒരട ഈ പഴുത്തിരിക്കുന്ന ഈ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒരു 5 മിനിറ്റ് നേരം നമ്മൾക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ കല്ല് നന്നായി പഴുത്തതിന് ശേഷം തീ കുറച്ചിട്ടിട്ട് വേണം ഈ അട ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ മൂടി ഒന്ന് തുറന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അപ്പുറത്തെ വശം മുരിഞ്ഞ് കിട്ടാനായിട്ട് നമ്മളൊന്ന് തിരിച്ചിടുന്നുണ്ട്. വീണ്ടും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അടയൊന്ന് നല്ലതുപോലെ വെന്ത് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു വട്ടം കൂടി ഇതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് മൊരിച്ചെടുക്കാം. എങ്കിലേ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ അട പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് എടുത്തു മാറ്റാം. എല്ലാ അടയും നമ്മൾക്ക് ഇതേ രീതിയിൽ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാ അടയും നല്ലതുപോലെ വെന്ത് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും നല്ല സോഫ്റ്റാണ്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി മയം ഉണ്ടാവും കൈവച്ച് പരത്തുന്നതിനേക്കാളും. കണ്ടില്ലേ, എല്ലാ വശവും നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് 1-2 ദിവസമൊക്കെ കേടാവാതിരിക്കുന്നൊരു പലഹാരമാണ്. അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് 2-3 ദിവസമൊക്കെ ഉപയോഗിക്കാം. ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്കായും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. മാത്രമല്ല നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെ തയ്യാറാക്കുന്നത് കൊണ്ട് ഈ ഒരു അട നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. സാധാരണ ചുട്ടട നല്ല മുറുക്കത്തിലായിരിക്കും.
ഇത് ഈ ഒരു രീതിയിൽ തയ്യാറാക്കുന്നത് കൊണ്ട് നല്ല സോഫ്റ്റാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും, അത്രയും സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം, നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.